بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين والحمد لله رب العالمين. ഇന്നലെ ഞാൻ വായിച്ചതിൽ എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് അല്ല, എവിടെ ഒരു ഇച്ചിരി ഒരു മിസ്റ്റേക്കും ഉണ്ടെന്ന് തോന്നുന്നു. നമ്മളൊന്ന് വായിച്ചു നോക്കാം. ഓ മിനൽ വറഈ സൂക്ഷ്മതയിൽപ്പെട്ടതാണ് യതഹറസ, അവൻ സൂക്ഷിക്കണം. അനിശബഇ, വയറ് നിറക്കണ്ട. കസറത്തിൽ നൗമി, ഉറക്കവും പെരുപ്പിക്കണ്ട. കസറത്തിൽ കലാമി, സംസാരവും പെരുപ്പിക്കണ്ട. എവിടെ വിമലയം പോകും, മംഫഅത്തില്ലാത്തതിൽ മംഫഅത്തുള്ളത് സംസാരിക്കാം. അതേ പ്രകാരം തന്നെ വായിത്തരിസ, അവൻ സൂക്ഷിക്കുകയും വേണം. എന്താണ് അനക്കലി ത്വാമി സൂക്ക്, സൂക്കിന്റെ ഭക്ഷണം, അങ്ങാടി ഭക്ഷണം കഴിക്കാനും നടക്കണം മൈലമാര്, അതിനെ തൊട്ടും സൂക്ഷിക്കണം. പിന്നെ വലാ വായിത്തരിസ അനക്കലി ത്വാമി സൂക്ക്, അങ്ങനെയാണ് അവിടെ ഉള്ളത്. ഞാൻ ഇന്നലെ വായിച്ചത് എങ്ങനെയാണെന്ന് അറിയില്ല, അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ അത് വായിച്ചു കേട്ടോ. അങ്ങാടി ഭക്ഷണം കഴിക്കണ്ട. അങ്ങാടി ഭക്ഷണം എന്താ, മൊയ്ലാമാർ അങ്ങാടി ഭക്ഷണം കഴിക്കുന്നതിനാ? മൊയ്ലാമാർക്ക് വീടുകളിൽ ഭക്ഷണം ഉണ്ടല്ലോ, അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ ഭക്ഷണമുണ്ട്. നമ്മളെ കോളേജിൽ ഒരു ദിവസം ഭക്ഷണത്തിന് വൈകിയപ്പോൾ നമ്മളെന്ത് ചെയ്തെന്നറിയോ, ഞാനും ശംസുദ്ദീൻ ഹസനും ഉസ്മാൻ കോടാലിയും കൂടെ പോയിട്ട് ഹോട്ടലിൽ ഇത് ഭക്ഷണം കഴിച്ചു. ഉസ്മാൻ ഉണ്ടോന്ന് അറിയില്ല, ഞാനാണ് അതിന്റെ വീരേന്ദ്രൻ. ഞാൻ വിളിച്ചോണ്ട് സിറാജുൽ റഈസിൽ പറഞ്ഞപ്പോ എന്തൊക്കെയോ പറഞ്ഞിരിക്കണം. മൊയ്ലാമാരായി പൈസ ഇഷ്ടം പോലെ ആയിപ്പോയി, മൊയ്ലാമാരിങ്ങനെ അങ്ങാടിക്കടയിൽ പോയി കഴിക്കാണ് എന്നൊക്കെ പറഞ്ഞു. നമ്മൾ വിശപ്പിന്റെ കാര്യം കൊണ്ട് പോയത് എന്തായാലും. അപ്പൊ ഏതായാലും അങ്ങാടി ഭക്ഷണം സൂക്ഷിക്കണമെന്ന് അതിനർത്ഥം. അത് നമുക്ക് വേണ്ട, അത് നമുക്ക് യോജിപ്പല്ല. അങ്ങാടിയിൽ പലരും ആൾക്കാർ വരികയും പോവുകയും കാഫര്യങ്ങളും അല്ലാത്തവരൊക്കെ ഉപയോഗിക്കുന്ന പാത്രങ്ങളും എപ്പോഴും നമുക്കന്നെ കഴിവായാൽ അങ്ങാടി ഭക്ഷണമൊക്കെ കഴിവിന്റെ പരമാവധി ഒഴിവാക്കും. നമ്മളെ ശംസുലുലമയിൽ നിന്നും അങ്ങാടി ഒരു യാത്ര പോയാൽ കടകളിൽ നിന്ന് ചായ മേടിച്ച് കുടിക്കാറില്ല എന്ന് കേട്ടത്. അതിനുള്ള സെറ്റപ്പോട് കൂടിയേ പോവുകയുള്ളൂ. നമ്മളൊരു ദിവസം ബാംഗ്ലൂർ പോയി, നമ്മളെ മുറ്റിച്ചൂർ ഓരുമായിട്ട്. അതിനുള്ള ഭക്ഷണം എല്ലാം തയ്യാറാക്കിയ പോയത്. ബാംഗ്ലൂർ ഇവിടുന്ന് ഉച്ചയ്ക്ക് കയറി 2 മണിക്ക് പോയി അവിടെ രാവിലെ ഇറങ്ങുന്നത്. അപ്പൊ അവിടെ നിന്നെല്ലാം ഭക്ഷണങ്ങൾ തയ്യാറാക്കി എല്ലാം കൊണ്ടുപോയി. അവിടെ ഇങ്ങോട്ട് വരുമ്പോഴും അങ്ങനെ ഭക്ഷണം തയ്യാറാക്കി വെള്ളം കുടിക്കണമെങ്കിൽ വീട്ടിലെ ഭക്ഷണങ്ങൾ ശരിയാക്കി പോയി. നല്ല കാര്യം, അല്ലെങ്കിൽ നമുക്ക് ഉറപ്പ് വേണം. ഏതാണ്ട് അങ്ങാടി ഭക്ഷണം മട്ടാലത് പറയാം. ഇന്ന് നമുക്കറിയാം എന്നെ താമസൂക്കി, അങ്ങാടി ഭക്ഷണം അഖ്റബു ഇലൻ നജാസത്തി വൽ ഖബാസത്തി, വൃത്തികേടും നജാസത്തിലേക്ക് ഏറ്റവും അഖ്റബാണ്. അഖ്റബു വഅബ്അദു അൻ ദിക്രില്ലാഹി തആല, അല്ലാഹുവിന്റെ ദിക്ർ പറയാനൊക്കെ അതിന് മറന്നും പോകും കേട്ടാ. പിന്നെ വഅഖ്റബു ഇലൽ ഗഫലത്തി, അശ്രദ്ധയിലേക്ക് അത് ഏറ്റവും അഖ്റബും ആകും. തന്നെയല്ല വലിയ അന്ന അബ്സാറൽ ഫുഖഹാഇ, ഫുഖഹാക്കളുടെ കണ്ണ്, ഫുഖഹാക്കളുടെ കണ്ണുകൾ ആ പല ഫുഖറായി ഫക്കീറന്മാരുടെ കണ്ണുകൾ ആ ഭക്ഷണത്തിലേക്ക് ഇങ്ങനെ, പക്ഷേ നമ്മളെ കാശില്ലല്ലോ അല്ലാ വാങ്ങാൻ എന്നൊക്കെ തോന്നിപ്പോവും. വലിയ തന്നെ അബ്സാറുൽ ഫുഖറായി, ഫുഖറാക്കളുടെ കണ്ണുകൾ തഖഉ അലൈഹി, ആ ഭക്ഷണത്തിന്റെ മേൽ വാഖിയാകും. ഫലാ യഖ്ദിറൂന, അത് കഴിവാവുകയുമില്ല, അവർക്ക് കഴിവാവുകയുമില്ല. അലശ്ശിറായി, വാങ്ങാനും ഇന്ന ഭക്ഷണത്തിൽ നിന്നും. അപ്പൊ എന്താ ബിദാലിക, അതുകൊണ്ട് അവർക്കൊരു മാനസിക വിഷമം ഉണ്ടാവും. ആ ഒരു വിഷമം തട്ടിയ ഭക്ഷണം നമ്മൾ കഴിക്കേണ്ട. അതിനൊക്കെ എനിക്ക് കൊതിയോടും എന്നൊക്കെ പറയുന്നത് അല്ലാഹു. ഏതായാലും അങ്ങനെയാണ് എന്റെ വിഷയമുള്ളത്. തദ്ഹബു ബറക്കത്തുഹു, അപ്പൊ ഭക്ഷണത്തിന്റെ ഉള്ള ബറക്കത്ത് അതിനാൽ പോകുമെന്ന്. അന്നൽ ഇമാം അശ്ശൈഖ് അൽ ജലീൽ മുഹമ്മദ് ബിൻ ഫദ്ൽ കാന ഫി ഹാലി തഅല്ലുമിഹി ലാ യഅകുലു മിൻ തുആമി സൂഖ്, മഹാനവറുകൾ അവരുടെ ജീവിത പഠിപ്പിന്റെ കാലഘട്ടത്തിൽ അങ്ങാടി ഭക്ഷണം കഴിക്കാറില്ല. കാന അബൂഹു, മുപ്പന്റെ പിതാവ്, യസ്കുനു ഫിർ റസ്താഖ്, അവിടെ അതിനടുത്തുള്ള അങ്ങാടി, അതിനടുത്തുള്ള വീട്ടിലായിരിക്കും. റസ്താഖ് എന്ന സ്ഥലപ്പേരായിരിക്കണം.
അതിനടുത്തുള്ള സ്ഥലത്താണ് ഓര് താമസിക്കുന്നത്. മനസ്സിലായില്ലേ? റസ്ത കൈഫുൽ കറിയാണ്. അതെ, ആ കറിയിലാണ് അവർ താമസിക്കുന്നത്. അപ്പം വാപ്പ വയുഹയ്യു താമവും, ഈ മകനുള്ള ഭക്ഷണമൊക്കെ അവിടെ തയ്യാറായിക്കൊണ്ടുവരും. അങ്ങനെ വേദുഹുലു ഇലൈഹി, അങ്ങനെ മഹാനവറുകൾ ഭക്ഷണമായിട്ട് വന്നു. യൗമൽ ജുമഅയിൽ വന്നപ്പോൾ ഫറഅ, കണ്ടു, ഫീ ബൈത്തി ബിനിഹി, മൂപ്പരുടെ മകന്റെ റൂമിൽ കാണുന്നുണ്ട്, ഖുബ്സ സൂഖി, അങ്ങാടിയിൽ കിട്ടുന്ന പത്തിരി കഷ്ണം, പത്തിരി യൗമനൊരു ദിവസം. യദ്ഖുലു ഇലൈഹി യൗമൽ ജുമഅത്തി, ആഴ്ചതോറും ഭക്ഷണം കൊണ്ട് കൊടുക്കാമെന്ന് പറയാം. പിന്നെ അല്ലെങ്കിൽ പിന്നെ ഒരു യൗമൻ എന്നുള്ളതിന് ഒരു മട്ടം വരുന്നില്ല. ആഴ്ചതോറും ഭക്ഷണം കൊണ്ട് കൊടുക്കും. അങ്ങനെ നോക്കുമ്പോൾ ഫറഅ ഫീ ബൈത്തി ബിനിഹി ഖുബ്സ സൂഖി, അപ്പൊ നോക്കുമ്പോൾ അങ്ങാടിയിലെ പത്തിരി കിടക്കുന്ന യൗമൻ ഒരു ദിവസം മൂപ്പരുടെ റൂം, ഈ കുട്ടിയുടെ റൂമിൽ. ഫലം യുക്കല്ലിമുഹു സഖ്തനലി, മൂപ്പർ ഇറങ്ങി ഒറ്റ പോയി. മകനോട് ഒന്നും മിണ്ടിയില്ല, ദേഷ്യം പിടിച്ചു പോയി. ഫഅത്തദറബിന്, അപ്പം വാപ്പയോട് പറഞ്ഞു, വാപ്പ ഞാൻ വാങ്ങിയതല്ല, ആരോ വാങ്ങിയത് എനിക്ക് കൊണ്ട് തന്നതാണ്. ഫഖാല മസ്തറൈതുഹു അന, ഞാനത് വാങ്ങിയില്ല. വലം മറന്നബി, എനിക്കതിനകത്ത് എത്ര എന്തല്ല, എനിക്കത്ര മൈൻഡുമില്ല അതിനകത്ത്, അതവിടെ കൊണ്ടുവച്ചു പോയതാണ്. വലാക്കിൻ അഹ്ളറഹു ശരീക്ക്, അതിന്റെ ശരീക്ക് വാങ്ങിത്തന്നതാണ്. ഫഖാല അബൂ, അപ്പൊ പറഞ്ഞു, ലൗ കുന്ത തഹ്താതു തതവറഉ, കണ്ടാ നീ സൂക്ഷ്മതയുള്ളവനാണെങ്കിൽ അതവിടെ കൊണ്ടുവരത്തില്ലല്ലോ. അങ്ങനെ ഒരു ഭക്ഷണം നിന്നെടുക്കൽ വേണമെങ്കിൽ നീ സൂക്ഷ്മതയില്ലാത്തവനാകണം. അല്ലെങ്കിൽ അവർക്കെല്ലാം അറിയണ്ടേ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന ആളല്ലാന്ന് അറിയണ്ടേ. അപ്പൊ നിന്റെ സൂക്ഷ്മത അവന്റെ മട്ടത്തിലെത്തിയില്ല മോനെ, നീ എന്നോട് ന്യായങ്ങളൊന്നും പറയല്ലടാ എന്നാണ് വാപ്പ മകനോട് ശകാരിക്കുന്നത്. ലൗ കുന്ത തഹ്താതു തതവറഉ ലം യജ്തരി ശരീകുക ബിദാലിക, കണ്ടാ നിന്റെ ശരീക്ക് അതവിടെ കൊണ്ടുവെക്കാൻ ധൈര്യം കാണിക്കില്ല. അവന് ധൈര്യം പകർന്നത് നിന്റെ ഉദാസീനതയാണ് എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനത്തെ വാപ്പമാരും മക്കളുമാരും ഉണ്ടേ കൊള്ളാം. നമ്മളെ തലവസ്ഥാതൊക്കെ അങ്ങനെയാണ്. ഭക്ഷണം വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഒരു പഠിച്ച ആളാണ് തലവസ്ഥ. വീട്ടിൽ നിന്ന് അവിടെ കായംകുളം അശ്വനിയിൽ പോയി ഓതി. അന്ന് ഇവിടെ വലിയ വലിയ ആലിമീങ്ങളുള്ളത്. ഇപ്പോൾ തബലിയുടെ കയ്യിലാണെങ്കിലും കായംകുളം അശ്വനിയയില് തലവയിൽ നിന്നും കായംകുളം എത്താനായിട്ട് 10-16 കിലോമീറ്റർ വരുമെന്ന്. രാവിലെ സൈക്കിളിൽ പോയി പഠിച്ചു വരും. അങ്ങനെ കൈപ്പറ്റിസ്ഥാനെ പറ്റി അങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ. വീട്ടിൽ നിന്ന് നാട്ടുകാരെ ഭക്ഷണം കഴിച്ച് ജീവിച്ചാൽ അങ്ങനെ എൻ്റെ ഇവിടെ കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ വലിയ ആലിമ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആക്കഥാക്കാനും ഇപ്രകാരമായിരുന്നു എത്തവർറാവിന് അവർ വലിയ രീതിയിൽ എന്ത് ചെയ്തു, സൂക്ഷ്മതയുള്ളവരായിരുന്നു. ഫലിദാലിക, അങ്ങനെ ഒരു സൂക്ഷ്മതയുണ്ടായതിനു വേണ്ടി തന്നെ ഉഫ്ഫിഖു, അവർക്ക് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നും മോശാരമായി തൗഫീഖ് നൽകപ്പെട്ടു. ലിൽ ഇൽമി വന്നശ്രി, കണ്ട ഇൽമുണ്ടാകാനും നശ്റിനും ആ ഇൽമിനെ പരത്താനും പഠിക്കാനും ആ പഠിച്ച ഇൽമിനെ പരത്താനും ഏതുവരെ ഖിയാമത്ത് നാൾ വരെ അവരുടെ പേരുകളോട് ബാക്കിയാവും. ഹത്താ ബഖിസ്മുഹും ബഖിയസ്മുഹും ഇലാ യൗമിൽ ഖിയാമ. മനസ്സിലായില്ലേ? ഇനിയും വസാ ഫഖീഹുൻ മിൻ സുഹാദിൽ ഫുഖഹാ, ഫുഖഹാക്കളിൽ നിന്ന് പരിത്യാഗികളായ ആൾക്കാരിൽ നിന്നുള്ള ഒരു ഫഖീഹ് വസിയ്യത്ത് ചെയ്തു ത്വാലിബൽ ഇൽമിനോട്, ഇൽമു പഠിക്കുന്നവരോട്, അലൈക അൻ തതഹറസ്, നീ വിഷയമാക്കണം, സൂക്ഷിക്കണം, അനിൽ ഗീബത്ത്, പരദൂഷണം പറയുന്നതിനെ തൊട്ട് സൂക്ഷിക്കണം മോനെ. വാൻ മുജാലസത്തിൽ മിക്സാർ, ഈ ചളകുള പറയുന്ന ചളുവാടിക്കുന്ന, അതേപ്രകാരം തന്നെ സൊറ പറയുന്ന, നമ്മുടെ നാട്ടിൽ ചളുവ എന്നൊക്കെ പറയും, അത് വടക്കൊക്കെ പോയ സൊറ പറയാന്നൊക്കെ പറയും. സൊറ പറയുന്ന ആൾക്കാരുണ്ട്, അവരെ തൊട്ടൊക്കെ മാറണം, അതിനെ തൊട്ടൊക്കെ നീ സൂക്ഷിക്കണം. അപ്പൊ കാല എന്നിട്ട് പറയുകയും ചെയ്തു, ഇന്നമൻ യുക്സിറുൽ കലാം, കലാമിനെ പെരുപ്പിക്കുന്നവൻ യസ്രിഖു ഉംറക, നിന്റെ ആയുസിനെ അവൻ കട്ടുകൊണ്ടുപോകും. മനസ്സിലായില്ലേ? ഔഖാത്തക, നിന്റെ ശബ്ദത്തിന് നിന്റെ നല്ല വിലപിടിപ്പുള്ള സമയങ്ങളെ അവൻ പാഴാക്കും. അതുകൊണ്ട് ആൾക്കാർക്ക് സ്വറക്കാൻ പലതും ഉണ്ടാവും.
ആൾക്കാർക്ക് പറയാൻ പലതും ഉണ്ടാവും. അവർ പറയുന്നവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളതിന്റെ പിന്നാലെ പോകണ്ട. നമ്മളെ വെറുതെ വിലപിടിപ്പുള്ള നമ്മളെ ടൈമുകൾ വേസ്റ്റാവും. അതുകൊണ്ട് മോനെ അതൊക്കെ നീ സൂക്ഷിക്കണമെന്ന് ഈ പണ്ഡിതന്മാർ അവരുടെ ത്വാലിബീങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഇന്നമൻ യുക്സിറുൽ കലാം, സംസാരം പെരുപ്പിക്കുന്നവൻ യശ്രിഖു ഉംറക, നിന്റെ ആയുസ്സിനെ കട്ടുകൊണ്ടുപോകുന്നവനാണ്. സറഖ യശ്രിഖു ദറബിദ്രിബാബ് വയുളയ്യു ഔഖാതക, നിന്റെ സമയങ്ങളെ, വിലപിടിപ്പുള്ള സമയങ്ങളെ പാഴാക്കുന്നവനാണ്. കാരണം അവന്റെ സംസാരം പെരുപ്പിക്കലിൽ എന്തില്ല, പ്രത്യേകം ഒരു പ്രയോജനം ഒന്നുമില്ല. ആ സംസാരം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആയുസ് ഇങ്ങനെ ചുരുങ്ങും, നമ്മുടെ സമയം എന്താവും, പാഴാവും. അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. മിനൽ വറഇ, ഇൻഷാ അല്ലാഹ് സമയം പോലെ വരും. ഇത്ര ഇനി പറയാൻ പറ്റുകയുള്ളൂ. ചിലപ്പോൾ ഞാൻ പോകുന്ന വഴിയിൽ കൊണ്ടുപോയാൽ എടുക്കാം. യാത്ര പോകാനുണ്ട്. എല്ലാവരും തൃപ്തിപ്പെടുക. ഞാൻ ഇൻഷാ അല്ലാഹ് ബാക്കി എടുത്ത് തീർത്ത് തരും എപ്പോഴെങ്കിലും. സമയം അനുസരിച്ച് ഇനി 2, 3, 4 പേജോ 5 ഒരുപാട് ഇനിയുണ്ട്. എടുത്തുതരാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു വഫഖന.